സ്കൂളുകളിലെ മുട്ട പാൽ വിതരണത്തിൽ കർശന പരിശോധനയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി മുട്ട പാൽ വിതരണത്തിന് പ്രത്യേകം തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാന അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മാർച്ച് മാസം വരെ മുട്ട പാൽ വിതരണത്തിന് ചിലവാക്കിയ തുക എപ്പോൾ അനുവദിക്കുമെന്ന ചോദ്യത്തിന് സർക്കാർ മൗനം പാലിക്കുകയാണ്. സ്കൂളുകളിലെ മുട്ട പാൽ വിതരണത്തിൽ കർശന പരിശോധനയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായ മുട്ട പാൽ വിതരണത്തിന് പ്രത്യേകം തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനാധ്യാപക സംഘടനകളായ KPPHA, KPSHA എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഏറെക്കാലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇവയുടെ വിതരണത്തിന് ജൂണിൽ ചിലവായ തുക അനുവദിച്ച് ഈ മാസം 1-ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഉത്തരവിനെ തുടർന്ന് നോൺ മീൽ ഓഫീസർമാർ സ്കൂളുകൾ കയറിയിറങ്ങി പരിശോധന തുടങ്ങി. പാലിന്റെ അളവും മുട്ടയുടെ എണ്ണവുമാണ് പരിശോധിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ആഴ്ചയിൽ 1 മുട്ട പുഴുങ്ങിയതും 2 തവണ 150 മില്ലിലിറ്റർ വീതം പാലുമാണ് നൽകേണ്ടത്. കമ്പോള വിലയിലും കുറഞ്ഞ നിരക്കിലാണ് തുക അനുവദിച്ചത്. മുട്ടയും പാലും സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള കടത്തുകൂലിയും പാചകവാതത്തിന്റെ വിലയും അനുവദിച്ചിട്ടുമില്ല. അഡ്വാൻസായി തുക ലഭിക്കണമെന്നതും പ്രധാനാധ്യാപകരുടെ ആവശ്യമാണ്. ഈ ഇനത്തിൽ ജൂലൈ മാസം കടം വാങ്ങിയും മറ്റും ചിലവാക്കിയ തുക ഇതുവരെയും അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കേസ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. മാർച്ച് മാസം വരെ മുട്ട പാൽ വിതരണത്തിന് ചിലവാക്കിയ തുക എപ്പോൾ അനുവദിക്കുമെന്ന ചോദ്യത്തിന് സർക്കാർ മൗനം പാലിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.